ഗുഡ് മോർണിംഗ്. ആന്റി കുറച്ച് വെള്ളം തരുമോ? അതിനെന്താ? എടാ കുപ്പി അവന്റെ കിട്ടിട്ടുണ്ട്. നീ ജൂലിയുടെ പപ്പ വരുന്നുണ്ടോ നോക്ക്. എടാ വിളിക്ക് എന്നിട്ട് പെട്ടെന്ന് അവളുടെ മമ്മി ഇവിടുന്ന് മാറ്റി. ഹലോ, ഇത് ഞാനാ പ്രിയൻ. ആരാ? ഏത് പ്രിയൻ? അപ്പൊ നീ എല്ലാം മറന്നല്ലേ ലിസി? ഹേ മിസ്റ്റർ, നിങ്ങൾ ആരാ? എന്തൊക്കെയാ പറയുന്നേ? ഒരു കാലത്ത് ലിസിക്ക് മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടത് ഈ പ്രിയനായിരുന്നു. അത് നീ മറക്കാൻ പാടില്ലായിരുന്നു ലിസി, മറക്കാൻ പാടില്ലായിരുന്നു. നീ മമ്മിയോട് മാറ്റ്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവാൻ പാടില്ലല്ലോ. മനസ്സിലായ എല്ലാം പോയില്ലേ? നിങ്ങൾ പറയുന്നൊന്നും ക്ലിയർ ആവുന്നില്ലല്ലോ. എന്തിനാ അവിടെ തന്നെ ഇരിക്കുന്നേ? കുറച്ച് മുന്നോട്ട് നടന്നൂടെ? അപ്പൊ എല്ലാം ക്ലിയർ ആവും. എന്ത്? റേഞ്ച് കിട്ടണല്ലോ. ഹലോ ഹലോ ഹലോ, എനിക്കൊന്നും കേൾക്കുന്നില്ല. ഇല്ല. ഹായ് അങ്കിൾ. ഹായ് സനൂപ്. ഹായ്. തനിച്ചേ ഉള്ളൂ? അല്ല, ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പൊ വരും. ലിസി, നീ ഇങ്ങനെ ചൂടായാലോ? നിങ്ങൾ ആരാ? അങ്കിൾ വെള്ളം വേണോ? വേണ്ട, നീ കുടിച്ചോ. അല്ല, എനിക്ക് മതി. അങ്കിൾ കുടിച്ചോ. നിന്റെ ഒരു കാര്യം. ബോട്ടിൽ അങ്കിളുടെ കൈ കിട്ടി. നീ കട്ടി. എങ്കില് ഇത്രയ്ക്ക് സംസാരിച്ചിട്ടും ലിസിക്ക് എന്നെ മനസ്സിലായില്ലെങ്കിൽ ഈ ലിസി ഞാൻ ഉദ്ദേശിച്ച ലിസി ആയിരിക്കില്ല. കട്ടി. എങ്ങനെയുണ്ട്? നീ കലക്കിയടാ. പിടിച്ചു കുടിക്കാനടാ. രാവിലെ തന്നെ നമ്പർ മാറി വിളിച്ചോളൂ. ഒരു മാരണം. ഹായ് അങ്കിൾ. ഹായ്. എല്ലാരും ഉണ്ടല്ലോ. എടാ നീ വരുന്നില്ലടാ. അങ്കിളെ അല്ല, എടാ സനൂപ്, ഇത് ആന്റി ബോട്ടിൽ അങ്കിളുടെ ഇവളോ? അവളുടെ ഒരു ബോട്ടിൽ. എന്റെ ബോട്ടില്. അവരെന്ത് പണിയാ കാണിച്ചേ? എന്താ നിങ്ങൾ പോയിട്ട്? അത് വർക്കൗട്ടില്ല. അജിറ്റ് പോയി. ജോലി ലക്ഷ്മിക്കണ്ട, നമുക്ക് ശരിയാക്കാം. പുറകെ നിന്റെ പപ്പയും മമ്മയും വരുന്നുണ്ട്. നീ പെട്ടെന്ന് അകത്തെറിപ്പിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ പ്ലാൻ ചെയ്ത പ്ലാൻ കൂടെ പൊളിയും. ഇനി ഓടിക്കൊണ്ടുള്ള പ്ലാനിങ്ങിനൊന്നും ഞാനില്ല കേട്ടാ. സംഗതി നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. ശരിയാ, നമ്മൾ വന്നിട്ടിപ്പം 5 ദിവസം കഴിഞ്ഞ്. ഇങ്ങനെ പോയാ അവരെ ഒന്നിപ്പിക്കാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇനി നമ്മുടെ മുമ്പിലാകെ 4 ദിവസമുള്ളത്. അവരാണെങ്കിൽ ഒന്നിക്കുന്ന ലക്ഷണവും കാണുന്നില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇനി അവരൊന്നിക്കണമെങ്കിൽ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കുത്തിയെന്ന് ചിന്തിക്കും. ഞാൻ പോയത് മൂത്രം ഒഴിച്ചിട്ട് വരാം. കള്ളക്കളി കളിക്കുന്നു. ഇവനെന്താ മൂത്രം ഒഴിച്ചു ഇപ്പൊ തന്നെ? എന്താ എന്റെ കഥ? ജൂലി, നിനക്ക് തീരെ ഉത്തരവാദിത്തമില്ല കേട്ടാ. എന്തില്? നിനക്ക് ആ തീ എനിക്കൊന്ന് ലൈനാക്കി തന്നത്. ആസാദേ, അവളെങ്കിലും ഒന്ന് വെറുതെ വിട്ടൂടെ? നിങ്ങളെല്ലാം കൂടെ ചേർന്ന ആ പാവം ദിയെ കുട്ടിയുടെ ഭാവി തലക്കായിരുന്നാ മതി. ഹായ് ജൂലി. ഹായ് ജൂലി, എന്താ പറഞ്ഞേ? ഏയ്, ആ വെറുതെ ദിയെ പറ്റി ചോദിച്ചതാ. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നതാ. എന്ത്? പപ്പയുടെ വണ്ടി നിലൊന്ന് ആക്സിഡന്റ് ആയി. എന്നിട്ട് പപ്പയ്ക്കെന്താ പറ്റിയോ? പപ്പയ്ക്കൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ തട്ടിയ ആൾക്ക് ഇത്തിരി സീരിയസാ. അയാളുടെ ഹോസ്പിറ്റൽ ബില്ല് മുഴുവനും പപ്പ കൊടുക്കണം എന്നാ പറയുന്നത്. റിലേറ്റീവ്സ് ഒന്നുമില്ലേ? അയാളൊരു തമിഴനാ. അയാളുടെ റിലേറ്റീവ്സ് ഒക്കെ എങ്ങനെ നാട്ടിലാ. പിന്നെ വണ്ടി ആയിട്ടൊക്കെ സാധാരണയാ. എന്നിരുത്തി മുഴുവൻ ചെലവ് നമ്മൾ കൊടുക്കണം എന്ന് നടക്കണ കാര്യമാണോ? പപ്പയോടെ അയാളെ നാട്ടിലേക്ക് കയറ്റിവിടാൻ നമ്മളാ. എന്നിട്ട് പപ്പ എന്ത് തീരുമാനിച്ചു? ബില്ലടക്കാൻ തന്നെ ഏകദേശം 2 ലക്ഷത്തിന് മേലെ വരും. അത്ര ഒന്നും പപ്പയുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോ ക്യാഷ് കിട്ടിയ പപ്പയുടെ പ്രോബ്ലം മാറും. അതെ. സനൂപേ, നീ വിചാരിച്ച് നടക്കൂലേ? നടക്കും. നടക്കണല്ലോ.